മസാലക്കൂട്ട് ഇതുപോലെ തയ്യാറാക്കി പുരട്ടിയെടുത്ത് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഏത് ഫിഷ് ഫ്രൈക്കും ഒടുക്കത്തെ ടേസ്റ്റാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ചെയ്യാൻ പോകുന്നത് തള ഫിഷ് ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇവിടങ്ങളിൽ ഇതിനെ തള എന്നാണ് പറയപ്പെടുന്നത്. ഇനി മറ്റെന്തെങ്കിലും പേരുണ്ടോ എന്ന് അറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കമൻ്റ് ഇടുക. അതെന്തോ ആകട്ടെ, ഇവിടെ ഇപ്പോൾ ഈ എടുത്തിരിക്കുന്നത് ഉദ്ദേശം 450 ഗ്രാം വരുന്ന തളമീനാണ്. ആദ്യം നമുക്കിതിലേക്ക് ആവശ്യമായ മസാലക്കൂട്ടൊന്ന് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു ജാറിലേക്ക് 8 ചെറിയ ഉള്ളി, 3 വെളുത്തുള്ളി, 2 ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, അതുപോലെ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂണിൽ താഴെ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 3/4 ടീസ്പൂൺ ഉപ്പ്, കൂടാതെ ഒരല്പം വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുക്കാം. അങ്ങനെ മസാല ഇതുപോലെ നല്ല പേസ്റ്റ് പരുവത്തിന് അരച്ചെടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കതങ്ങോട്ട് മീനിലേക്കിട്ട് പുരട്ടിയെടുക്കാം. ഏതാണ്ട് മസാജ് ചെയ്യുന്നത് പോലെ പരമാവധി നന്നായിട്ട് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുക. പിന്നെ ഈ പറഞ്ഞതുപോലെ പുരട്ടിയെടുത്താൽ മാത്രം പോരാ കേട്ടോ. ഈ കഷ്ണത്തിൻ്റെ വലുപ്പത്തിനനുസരിച്ച് 2, 3, 4 മണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം. ഇവിടെ ഇപ്പോൾ അത്യാവശ്യം നല്ല വലിയ കഷ്ണങ്ങളായതുകൊണ്ട് തന്നെ കുറഞ്ഞൊരു 4 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കേണ്ടതായിട്ട് വരും. ഇതിന് പകരമായി ചെറിയ മീനുകളാണെങ്കിൽ, ഉദാഹരണത്തിന് അയല, നൊത്തോലി, ചാള തുടങ്ങിയ മീനുകളാണെങ്കിൽ നമുക്ക് അരമണിക്കൂറോ 1 മണിക്കൂറോ മാത്രം മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചാൽ മതിയാവും. ഇവിടെ ഇപ്പോൾ ഏതാണ്ട് ഒരു 3 മണിക്കൂറുകൾക്ക് ശേഷം നമ്മളിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ മസാലക്കൂട്ട് അതിലേക്ക് നല്ലതുപോലെ പിടിച്ചിട്ടുണ്ടാവും. അങ്ങനെ ഈ കഷ്ണങ്ങളൊക്കെ നല്ല ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി അങ്ങോട്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം നമുക്കിതിൻ്റെ എല്ലാ വശവും ഒരുപോലെ ഫ്രൈ ചെയ്തെടുക്കാൻ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളതും നെയ്യുള്ളതുമായ മീനായതുകൊണ്ട് തന്നെ ഇതിൻ്റെ എല്ലാ വശവും ഒരുപോലെ മൂപ്പിച്ചെടുക്കാൻ കുറച്ചധികം സമയമെടുക്കും. മൂത്ത് കിട്ടിയാൽ മാത്രം പോരാ, മൂത്ത് 2 വശവും ഒരുപോലെ മൊരിഞ്ഞ് കിട്ടുകയും കൂടി വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1-2 തവണകളിലായി തിരിച്ചും മറിച്ചും വിട്ട് വേണം നമുക്കിത് കറക്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. അങ്ങനെ ഈ കാണുന്നത് പോലെ 1-2 തവണ തിരിച്ചും മറിച്ചും വിട്ട് നമുക്ക് ഈ മീനിൻ്റെ 2 വശവും ഒരുപോലെ മൂപ്പിച്ച് മൊരിച്ചെടുക്കാം കേട്ടോ. എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളുകൂടി നല്ലതുപോലെ വെന്ത് മൂത്ത് കിട്ടുകയുള്ളൂ. അപ്പോൾ അതുപോലെ ഇന്നത്തെ സ്പെഷ്യൽ തള ഫിഷ് ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമായെന്നുള്ള പ്രതീക്ഷയോടുകൂടി നിർത്തട്ടെ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും നന്ദി, നമസ്കാരം.